ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന എവിടേക്കാന്നറിയോ? കുഞ്ചു എവിടേക്കാ കുഞ്ചു പോണ? എങ്ങോട്ട് പോണില്ലേ? നല്ലോണം വഴിയിൽ ഇറക്കി വിടാട്ടോ. ഞങ്ങൾ കൊല്ലങ്കോട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ അറിയോ? ദേ ഞങ്ങളുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. കുഞ്ചു ആരെയുള്ളത് നമ്മുടെ കൂടെ? ആ ആരൊക്കെ? ആ അച്ഛയും അമ്മയും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ കേട്ടോ. അച്ഛൻ അമ്മയും കാണിക്കാം. അച്ഛ അച്ഛ അമ്മ കുഞ്ചു ഐ സീ യു. കുഞ്ചുവിന് നല്ല ചുമയുണ്ടല്ലേ? അയ്യോ. ഓക്കേ, ലെറ്റ്സ് ഗോ. പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയായിരിക്കും. രണ്ട് സൈഡും റോഡിൻ്റെ പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും പാടത്ത് നിന്ന് പണി കഴിഞ്ഞു പോകുന്ന ചേച്ചിമാരും എല്ലാം സുന്ദരമായ കാഴ്ചകളാണല്ലേ. ഈ വഴി കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് മടുക്കില്ല. കുഞ്ചു എന്ത് ചെയ്യാ? കുഞ്ചു എന്താ ചെയ്യണേ? ഇനി എത്ര നേരം ഉണ്ട് എത്താൻ? ഇനി 10 minutes കൂടെ ഉള്ളു കേട്ടോ. ആ സ്കൂൾ ബസ്സിൽ പൊരിഞ്ഞ കളിയാണല്ലോ. കളേഴ്സ് ഓഫ് ഭാരത് എന്ന ട്വിറ്റർ പേജിൽ ഇന്ത്യയിലെ ഭംഗിയുള്ള 10 ഗ്രാമങ്ങൾ ലിസ്റ്റ് ചെയ്തിരുന്നു. അത് ആനന്ദ് മഹീന്ദ്ര പങ്കുവച്ചതോടെയാണ് നമ്മുടെ കൊല്ലങ്കോട് ഇത്രയും ഫേമസ് ആയത്. കൊല്ലങ്കോട് അടുക്കാറാവും തോറും അതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ കാണുന്ന മലനിരകളാണ് നെല്ലിയാമ്പതി മലനിരകൾ. അതിൻ്റെ ഇടയ്ക്കൂടെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാം. വീഡിയോസിൽ അതത്ര വ്യക്തമല്ല കേട്ടോ. കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർ മാക്സിമം വർക്കിംഗ് ഡേയ്സിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അവധി ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര റഷായിരിക്കും. ഇവിടെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ് പ്ലാസ്റ്റിക് ബോട്ടിൽസും കവേഴ്സും ഒക്കെ അവിടെ നിക്ഷേപിച്ചിട്ട് വരാതിരിക്കുക. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. അപ്പോൾ നമ്മൾ സഞ്ചരിക്കും തോറും റോഡിൻ്റെ വീതി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 2 വീലർ അല്ലെങ്കിൽ കാറിൽ വരാൻ ശ്രദ്ധിക്കുക. വലിയ വലിയ വാഹനങ്ങളിൽ വന്നാൽ ഇവിടെ താമസിക്കുന്നവർക്കും നമുക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അറ്റ് ലാസ്റ്റ് നമ്മള് കൊല്ലങ്കോട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓ സൂപ്പർ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. നല്ല വ്യൂ കേട്ടോ, അടിപൊളി. ഞങ്ങളിത് ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ശരിക്കും ഫ്രണ്ട് ക്യാമിൽ നല്ല വ്യൂ കാണിച്ചു തരാം കേട്ടോ. വാവ്, സൂപ്പർ. നമ്മൾ ഇത്ര അടുത്ത് താമസിച്ചിട്ട് ഇവിടെ ഇപ്പോഴാണ് വരാൻ പറ്റിയിരിക്കുന്നത് കേട്ടോ. എന്താടാ കുഞ്ഞിക്ക് അങ്ങോട്ട് പോണ്ടേ? കുടിലിടം ചാടി ചാടി ചമിക്കാണല്ലോ. ചാടി ചാടി ചമിക്ക. Come on. Kunju, come on, where you? Come on. Wow. അടിപൊളി വ്യൂ അല്ലേ? നമ്മൾ എത്തിയ ഉടനെ നമുക്ക് ഇവിടെ ഒരു പ്രവേശന ഫീസ് ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് 20 രൂപയുള്ളൂ ഒരാൾക്ക്. നല്ലൊരു ഓലപ്പുരയിലാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അടിപൊളി.
ഇതേ പഴയ റാന്തലല്ലേ ഇത്? ഞങ്ങളെ റാന്തൽ എന്നാണ് പറയാ. നിങ്ങൾ എന്താ പറയാ ഒന്ന് കമന്റ് ചെയ്യട്ടോ. നിങ്ങളുടെ അവിടെ എന്താ ഇത് പറയാ? ഞങ്ങൾ റാന്തൽ എന്നാണ് പറയാ കേട്ടോ. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണതിനെ. കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ അടിപൊളി. ചേട്ടാ ഇത് മീനാണോ? ഇല്ല മീനുണ്ടോ? അതെ. ആ അതെ, 2 തരം മീനുണ്ട് കേട്ടോ. ഓഹോ, തിലോപ്പിയുണ്ട്, ബ്രാലും ഉണ്ട് കേട്ടോ ഇവിടെ. പൊളി വൈബ്. ദിസ് ഈസ് ദ പൊളി വൈബ് എന്നൊക്കെ പറയില്ലേ, ഇതാണ് പൊളി വൈബ്. കുഞ്ചു കാളവണ്ടി, കാളവണ്ടി അടിപൊളി. ഇത് വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സമയം പോകുന്ന അറിയില്ല ഇവിടെ വന്നിരുന്നാലേ. ചുമ്മാ അങ്ങനെ ഇരിക്കാൻ തോന്നും. കുഞ്ചി എങ്ങനെ കേറി? ഒറ്റയ്ക്ക് കേറിയോ? ഇതാണ് നസർബാത്ത് അരി. മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നെൽവിത്താണിത്. ഇതിൻ്റെ ഓലയ്ക്ക് വയലറ്റ് നിറമാണ് കേട്ടോ. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് കൂടെ അടങ്ങിയിട്ടുണ്ട് ഈ അരിയിൽ. നിയാസിൻ, തൈമിൻ എന്നീ വിറ്റമിനുകൾ ധാരാളം ഉള്ളതിനാൽ ഹൃദയം, നാഡീവ്യൂഹം എന്നീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ഇന്ത്യയിലെ തന്നെ വില കൂടിയ അരികളിൽ ഒന്നാണ് നസർബാത്ത് അരി. മഴയില്ല കേട്ടോ, ദൈവം സഹായിച്ച്. ഈ ലൈറ്റിംഗ് പോണതിന് മുന്നേ എത്തണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കറക്റ്റ് നമ്മൾ അതുപോലെ എത്തി. കാരണം നമുക്ക്
വഴി അറിയണ്ടായിരുന്നില്ല. ചോദിച്ച് മതിയായി. അവസാനം എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിട്ടോ. ലൈറ്റ് പോകുന്നായിരുന്നു പേടി. ലൈറ്റ് പോയില്ല. അയ്യോ. സൈക്കിള് ചോട്ട്. ഹായ്. ഇതെന്താ സാധനം എന്ന് എല്ലാവർക്കും അറിയുന്ന വിശ്വസിക്കുന്നു. ഇത് പണ്ട് കാലത്ത് വെള്ളം ഇങ്ങനെ തെക്കി കളയാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന സാധനം കേട്ടോ. എനിക്ക് അത്ര അറിയുള്ളൂ. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, കൈയും കാലൊക്കെ വേദനിക്കണം. കുഞ്ചു ഇങ്ങനെ തിരിച്ചു തരുന്നോണ്ട് കുഴപ്പമില്ല. പാടാട്ടോ ഇവിടെ ഇരിക്കാൻ. അങ്ങനെ സന്ധ്യ നേരമായി ഗൈസ്. ലൈറ്റൊക്കെ പോയി. അപ്പോൾ കാറിൽ അച്ഛയും അമ്മയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.